നെക്സ്റ്റ് 9th വൺ അഭിലാഷ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അഭിലാഷ്. 34 ഇയേഴ്സ് ഓൾഡ്. ഡേറ്റ് ഓഫ് ബർത്ത് November 7th 1990. 1990. സ്കോട്ട്സ് എന്ന് പറഞ്ഞാൽ കളത്തിൽ ഇനി അഭിലാഷിൻ്റെ വിളയാട്ടം. ഓക്കെ, കളത്തിൽ ഇനി അഭിലാഷിൻ്റെ വിളയാട്ടം. ടെറർ ക്യാപ്റ്റൻ ആകാൻ അഭിലാഷ്. ഓക്കെ, ടെറർ ക്യാപ്റ്റൻ ആയിരിക്കും. ഡാൻസ് ഇഷ്ടമാണ്. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കും. നോട്ട് മണി ഓർ ഫെയിം. എക്സ്പീരിയൻസ് ചെയ്യാനാണ് വന്നത്. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കാൻ, എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭിലാഷ് വന്നത്. ഇസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. നോട്ട് മണി. മണിക്കും ഫെയിമിനൊന്നും അല്ല വന്നത്. ഓക്കെ, കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് 10th വൺ റന ഫാത്തിമ. ഷീ ഈസ് ആൾസോ എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. കൂടുതലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. 19 ഇയേഴ്സ് ഓൾഡ്. സെപ്റ്റംബർ 13, 2005. 2005 ആണ്. സെപ്റ്റംബർ 13 റന ഫാത്തിമ. അപ്പോൾ ഇത് ചെറിയ കുട്ടിയായിരിക്കും. ഏജ് കുറവ് ഇവർക്ക് ആയിരിക്കും തോന്നുന്നു. 19 ഇയേഴ്സ് ഓൾഡേ ആയിട്ടും. ടൂത്ത് പിക്ക് റന ഫാത്തിമ. ഇവിടെ ക്വാളിറ്റി കണ്ടൻറ്റ് മാത്രം. ഓക്കെ, ഇവിടെ ക്വാളിറ്റി കണ്ടൻറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. ഫെയിം ഓർ മണി. നോട്ട് ഫെയിമിന് വേണ്ടിയിട്ടാണ് വന്നത്. നോട്ട് മണി. മണിക്ക് വേണ്ടിയിട്ടല്ല, ഫെയിമിന് വേണ്ടിയിട്ട് വന്നത്. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കും, അത്രയേ ഉള്ളൂ. മണിക്ക് വേണ്ടിയിട്ടല്ല, ഫെയിമിന് വേണ്ടിയിട്ടാണ് വന്നത്. റന ഫാത്തിമ. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തത് മുൻഷി രഞ്ജിത്ത്. രഞ്ജിത്ത് മുൻഷി. ടെലിവിഷൻ താരമാണ് മുൻഷി. 52 വയസ്സായി. 15 November 1972 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഒന്നല്ല, ഒരുപാട് ഡയലോഗുകൾ ഉണ്ട്. പിന്നെ ക്വാളിറ്റി കണ്ടൻ്റ് ആയിരിക്കും. നോട്ട് ഫെയിം, നോ മണി. മണിക്കും അല്ല, ഫെയിമിനും അല്ല വന്നത്. ഇസ് പേഴ്സണാലിറ്റി റിവീൽ. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യാൻ വേണ്ടി പേഴ്സണാലിറ്റി റിവീലാണ് ഷോയിൽ അവരെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മണിക്കും ഫെയിമിനും വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നത്. ആര്? മുൻഷി രഞ്ജിത്ത്. 52 ഇയേഴ്സ് ഓൾഡ്. സൈൻ ആക്ടർ. ഓക്കെ, ദെൻ 12ാമത്തത് ഗിസേൽ തക്രൽ. മോഡല്. 34 ഇയേഴ്സ് ഓൾഡായി. സെപ്റ്റംബർ 2, 1990 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ലേഡി ഓൺ ദ ഡാൻസ് ഫ്ലോർ ആണ് അവരുടെ ടാഗ്ലൈന്. ലേഡി ഓൺ ദ ഡാൻസ് ഫ്ലോർ. ക്വാളിറ്റി കണ്ടൻറ്റ് ഈസ് മൈ പേഴ്സണാലിറ്റി. ക്വാളിറ്റി കണ്ടൻ്റ് ആണ്. ദെൻ 13ാമത്തെ സരിക KB. അവർ എല്ലാവർക്കും അറിയായിരിക്കും. ആങ്കർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ആങ്കറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 39 ഇയേഴ്സ് ഓൾഡ്. ഡേറ്റ് ഓഫ് ബർത്ത് 6 March 1986 ആണ്. 6th March 1986. 39 ഇയേഴ്സ് ഓൾഡ്. അതായത് അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തല പോയാലും ശാരിക നിലപാട് മാറ്റില്ല. അവരുടെ നിലപാടും ചോദ്യങ്ങൾ ഹോട്ട് സീറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ടാഗ് ലൈനും അതേപോലെ തന്നെ. തല പോയാലും ശാരിക നിലപാട് മാറ്റില്ല എന്നതാണ്. ലൈക്ക് ഡാൻസ് ഇഷ്ടമാണ്. ക്വാളിറ്റി കണ്ടൻറ്റ്. പിന്നെ ഫെയിം ബോത്ത്. അതായത് ഫസ്റ്റ് ഫെയിമിന് വേണ്ടിയിട്ടാണ്. ഫെയിം ഉണ്ടായാൽ നമുക്ക് എന്താ ക്യാമറ സ്പേസ് എല്ലാം കിട്ടും. സെക്കൻഡറി മണി. ഓക്കെ, ദെൻ 14ാമത്തത് ഷാനവാസ്. സീരിയൽ ആക്ടർ. സീരിയൽ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഷാനവാസ്. 44 ഇയേഴ്സ് ഓൾഡ്. അതായത് 44 വയസ്സായി. 11 ജൂൺ ജാനുവരി 1981 ആണ് എന്ത് ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ക്യാപ്റ്റൻ ടെറർ ആയിരിക്കും. നോ ലവ്, നോ റൊമാൻസ്. എന്താണ് അവരുടെ ടാഗ് എന്ന് പറഞ്ഞത്? ഈ ക്യാപ്റ്റൻ ടെറർ ആയിരിക്കും. നോ ലവ്, നോ ഓർ റൊമാൻസ്. ലവോടും റൊമാൻസിനോടും താല്പര്യമില്ലെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഡാൻസ് ഇഷ്ടമാണ്. കണ്ടൻറ്റ് കൊടുക്കും, ക്വാളിറ്റി കണ്ടൻറ്റ്. ഫെയിമിന് വേണ്ടിയിട്ടാണ് വന്നത്. നോട്ട് മണി. മണിക്ക് വേണ്ടിയിട്ടല്ല, ഫെയിമിന് വേണ്ടിയിട്ടാണ് വന്നത്. ഷാനവാസ്. നെക്സ്റ്റ് 15ാമത്തത് അത്
കുറേ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പീഡ് വെക്കുന്നത്. 15-ാമത്തത് നെവീൻ, വലിയൊരു പേരുണ്ട്, ആംബ്രോസ്, കപ്പാരിയസ് ആംബ്രോസ് എന്നുള്ള പേര്, നമുക്ക് നെവീൻ എന്ന് പറയാം. 15-ാമത്തത് നെവീൻ, ഫാഷൻ കൊറിയോഗ്രാഫറാണ് നെവീൻ. 34 years ഓൾഡ്. 15 April 1991 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 34 വയസ്സായി. വൈൽഡ് ആൻഡ് ക്രേസി കട്ട് നെവീൻ, അതാണ് കോഡ്സ് വരുന്നത്. വൈൽഡ് ആൻഡ് ക്രേസി കട്ട് നെവീൻ കോഡ്സ്. ഭരണം നെവീനൊരു വീക്ക്നെസ് ആണ്. അദ്ദേഹം ഭരിക്കാനാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ആണെന്ന് പറയുന്നുണ്ട്. ക്വാളിറ്റി കണ്ടൻ്റ് ആയിരിക്കും. ബോത്ത് ഫെയിം ആൻഡ് മണിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, ഫെയിമിനും മണിക്കും വേണ്ടിയിട്ടാണ് വരുന്നത്. ഫെയിം ഉണ്ടായാലല്ലേ മണി ഉണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ 16-ാമത്തത് ഒന്നിച്ച് വരുന്ന രണ്ടാളാണ്, ലെസ്ബിയൻ കപ്പിൾസ്. ഫാത്തിമ നൂറ ആൻഡ് ആദില, ലെസ്ബിയൻ കപ്പിൾസാണ് അവർ. കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഒരു ടൈമിൽ വൈറൽ ന്യൂസായ രണ്ടാൾക്കാരാണ്, ലെസ്ബിയൻ കപ്പിൾസാണ് ഫാത്തിമ നൂറ ആൻഡ് ആദില. എല്ലാവരും അവരുടെ സ്റ്റോറി കേൾക്കാൻ വെരി എക്സൈറ്റഡ് ആണ് അല്ലേ. ഓക്കെ, നൂറ 25 വയസ്സായി. 25 November 1999 നൂറാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ആദിലാൻ്റെത് 26 വയസ്സായി. 24 August 1998 ആരുത് ആദിലാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഒരാൾക്ക് 25 വയസ്സ്, ഒരാൾക്ക് 26 വയസ്സുണ്ട്. അവരെന്ത് ക്വാളിറ്റി നോ കോംപ്രമൈസ്, ക്വാളിറ്റി കണ്ടൻറ്റിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നാണ് അത് പറയുന്നത്. കൂടുതലൊന്നും അവരെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. പറയുമായിരിക്കും, നമുക്ക് നോക്കാം അവരെങ്ങനെ ഒന്നിച്ച് പോകുന്ന നമുക്ക് നോക്കാം. ലെസ്ബിയൻ കപ്പിളല്ല, നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ ലെസ്ബിയൻ കപ്പിളിനെ പറ്റിയിട്ട്. 17-ാമത്തത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. ഈ ഇൻട്രൊഡക്ഷൻ പറയുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിൻ്റെ ഇൻട്രോ ആണ്. ഷീസ് എ അഡ്വക്കേറ്റ്, ആർട്ടിസ്റ്റ് ആൻഡ് ഡാൻസർ. അഡ്വക്കേറ്റാണ്, ആർട്ടിസ്റ്റാണ്, ഡാൻസറാണ്. 27 വയസ്സായി. November 11, 1997 ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ക്യാപ്റ്റൻ കൂൾ ആൻഡ് കെയറിങ് ആയിരിക്കും, ബട്ട് സ്ട്രിക്റ്റും ആയിരിക്കും. ഈ ക്യാപ്റ്റൻ കൂൾ ആൻഡ് കെയറിങ് ആയിരിക്കും, ബട്ട് സ്ട്രിക്റ്റും ആയിരിക്കും എന്നാണ് അവർ ടാഗ് ലൈന്. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കും, ക്യാമറ സ്പേസ് ഉണ്ടാക്കും. പിന്നെ 100% കൊടുത്ത് അവർ ക്യാമറ സ്പേസ് എന്തുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഫെയിം ആൻഡ് ക്യാമറ 100% കൊടുത്ത് ക്യാമറ സ്പേസ് ഉണ്ടാക്കിയാൽ ഫെയിം ആൻഡ് മണിയൊക്കെ വരും എന്നാണ് അവർ പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അതായത് ക്യാമറ സ്പേസ് കിട്ടിയാൽ അവരെ 100% കൊടുത്താൽ അവർക്ക് ക്യാമറ സ്പേസ് കിട്ടും. അതിലൂടെ അവർക്ക് ഫെയിം ആൻഡ് മണി ഓട്ടോമാറ്റിക്കലി വരും എന്നാണ് അവർ പറയുന്നത്. അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്, അവർ നന്നായിട്ട് ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടതിന്. ഇൻട്രോ പറഞ്ഞതിൽ എനിക്ക് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് എന്നാണ് ഇഷ്ടപ്പെട്ടത്. നെക്സ്റ്റ് 18-ാമത്തത് രേണു സുധി. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, എവിടെ നോക്കിയാലും രേണു സുധി. ഷീസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി. ഇപ്പം നാടകരംഗത്തെല്ലാം ഉണ്ടായിട്ട് ഇപ്പോൾ ചെറിയ ഇതിലെല്ലാം അഭിനയത്തിലും വന്നിട്ടുണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി. 33 വയസ്സാണ് പറയുന്നത്. September 7, 1991 ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത്. അവരെ ഇത് കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, രേണു സുധി ഫ്ലവർ അല്ലട ഫയർ ആട. രേണു സുധി ഫ്ലവർ അല്ലട ഫയർ ആട എന്നുള്ളൊരു ക്യാപ്ഷനാണ് വരുന്നത്. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കും. പിന്നെ ഒരു ടാഗ് കൂടിയുണ്ട്, പണി തുടങ്ങിക്കഴിഞ്ഞു മക്കളെ. രേണു സുധി ഫ്ലവർ അല്ലട ഫയർ ആട. ഓക്കെ, ദാറ്റ്സ് ലാസ്റ്റ് വൺ. 19-ാമത്തത് അപ്പാനി ശരത്ത്. സിനിമാ താരമാണ്, ആക്ടറാണ്, എല്ലാവർക്കും അറിയായിരിക്കും. 33 വയസ്സായി. 15 April 1992 ഡേറ്റ് ഓഫ് ബർത്ത്. ടാഗ് ലൈൻ എന്ന് പറയുന്നത്, അപ്പോൾ പൂരം തുടങ്ങി മക്കളെ, ഞാൻ ഇവിടെ ജയിക്കാൻ വന്നതാടാ കൊച്ചർക്ക. ഓക്കെ, അപ്പോൾ പൂരം തുടങ്ങി മക്കളെ, ഞാൻ ഇവിടെ ജയിക്കാൻ വന്നതാടാ കൊച്ചർക്ക. ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കുന്ന പറയുന്നുണ്ട്. ബോത്ത് ഫെയിം ആൻഡ് മണിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അവരുടെ ടാഗ് ലൈൻ, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം. ഓക്കെ,
പിന്നെന്താ, ഇപ്പോൾ ഭയങ്കര ലോങ് ആയി തോന്നുന്നു വീഡിയോ. നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് എന്താ, പിന്നെ ശബ്ദങ്ങൾ ഉയർന്നു, വേഷങ്ങൾ മാറി, കളം ഒരുങ്ങി, ഇനി പറയൂ, ഈ ഗ്രാൻഡ് ലോഞ്ച് നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചോ? കൂടെ തന്നെ ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. നെക്സ്റ്റ് വീഡിയോ വരും. ഓക്കെ, ഇതിന് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഓരോ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് മാത്രം പറയാം അവിടെ സംഭവിക്കുന്നു. ഓക്കെ, ഞങ്ങൾക്ക് എപ്പിസോഡ് കാണാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് ചെറിയ കുട്ടിയെല്ലാം ഉണ്ടല്ലേ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഏഷ്യനെറ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ നോട്ട് ഉണ്ടാക്കുന്നത്. അത് കണ്ടിട്ടാണ് പറയുന്നത്. എനിക്ക് എപ്പിസോഡ് കാണാനുള്ള ടൈം തീരെയില്ല, ടി വി ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ, കാണാൻ ടൈമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കട്ട്സ് കണ്ടിട്ട് അതിൽ നിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പ്രധാനപ്പെട്ട കട്ട്സ് ഏഷ്യനെറ്റ് അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട്. അത് നോക്കി ഞാൻ ഫോളോ ചെയ്ത് വീഡിയോ ഇടാം. ഓക്കെ, ടൈം കിട്ടുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഇന്ന് കാസർഗോഡ് ലീവാണ്, മഴ, റെഡ് അലർട്ട്. ഇപ്പോൾ മഴയൊന്നും ഇല്ല, റെഡ് അലർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മദ്രസ, സ്കൂൾ, തെറാപ്പി ഒന്നുമില്ല. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചെറിയ ചെറിയ ഷുഗർ, പ്രഷർ, ടെൻഷൻ്റെ എല്ലാം പ്രോബ്ലം ഉണ്ട്, ഡിപ്രഷൻ്റെ എല്ലാം പ്രോബ്ലം ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ വീഡിയോനെ പറ്റി കമൻറ്റ് ചെയ്യാം, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അതെനിക്ക് ശ്വാസം കിട്ടുന്നതിന് പ്രശ്നമുണ്ട്, പിന്നെ ചെയ്യുന്നതായിട്ട് തോന്നും. മാസ്ക് ഇടുന്നത് കൊണ്ട് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഇത് വരുന്നുണ്ട്. പിന്നെന്താ, രാവിലെ ടൈമിലൊന്നും വീഡിയോ ചെയ്യാൻ ടൈമില്ല. ഇപ്പോൾ ഈ സമയത്ത് 4 മണി 6 മണിൻ്റെ ഉള്ളിലായിരിക്കും ഞാൻ വീഡിയോ രാവിലെ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ പണിയുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye. Stay tuned. Please like, share and subscribe. Bye.